LDF യോഗം തിരുവനന്തപുരത്ത് AKG സെന്ററിൽ തുടങ്ങി എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. യോഗത്തിന് ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് CPIM CPI ഉഭയകക്ഷി ചർച്ച നടന്നു എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ചർച്ചയിലെ തീരുമാനങ്ങൾ ഈ യോഗത്തിൽ പ്രതിഫലിക്കുമെന്നതിൽ സംശയമില്ല. എന്തായിരിക്കും CPM CPI ചർച്ച? അതിൽ MR അജിത് കുമാറിനെ നിലനിർത്താനുള്ള എന്തെങ്കിലും ഫോർമുല മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? അതോ അദ്ദേഹത്തെ ഒഴിവാക്കാതെ പറ്റില്ല എന്ന മാധ്യമങ്ങളോട് പുറത്തു പറഞ്ഞ സമീപനത്തിൽ CPI ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ദിലീപ്, ഈ ഒരു സമവായ ചർച്ച എന്ന് വേണമെങ്കിൽ പറയുന്ന ഒരു ഉഭയകക്ഷി ചർച്ച ഈ യോഗത്തിന് മുമ്പ് AKG സെന്ററിൽ നടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിലൊരു ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് CPM-ഉം CPI-യും ഉറപ്പായും എത്തിയിട്ടുണ്ടാകുമല്ലോ, അല്ലേ? വിജയകുമാർ, ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയാകണം അന്വേഷണം എന്ന നിലപാടാണ് ഘടകകക്ഷികൾക്കുള്ളത്. RSS നേതാക്കളുമായി ADGP ചർച്ച നടത്തിയതിൽ ഘടകകക്ഷികൾ അസംതൃപ്തരുമാണ്. പക്ഷേ ഈ അസംതൃപ്തി എത്രത്തോളം തുറന്നു പറയും ഈ യോഗത്തിൽ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി പിണറായി വിജയനെ മുന്നിലിരുത്തിക്കൊണ്ട് ഒരു വലിയ വിമർശനം നടത്തുന്നതിന് ഈ ഘടകകക്ഷികൾ തയ്യാറാകുമോ എന്നത് പ്രസക്തമായ കാര്യമാണ്. ഏതായാലും ഇപ്പോൾ CPIM-ൻ്റെയും CPI-യുടെയും നേതാക്കൾ തമ്മിൽ ഒരു ഉഭയകക്ഷി ചർച്ച നടന്നിരിക്കുന്നു. പക്ഷേ ഈ ഉഭയകക്ഷി ചർച്ചയിൽ സമവായമായിട്ടുണ്ടോ എന്നത് നമുക്ക് ഈ യോഗ തീരുമാനം വരുന്നതുവരെ കാക്കേണ്ടതുണ്ട്. സർക്കാരിൻ്റെ ഭാഗമാകാം, അതായത് അന്വേഷണം പൂർത്തിയാകട്ടെ എന്ന നിലപാടാകാം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ അറിയിച്ചിട്ടുണ്ടാവുക. പക്ഷേ അതിനോട് CPI യോജിച്ചിരിക്കാൻ ഇടയില്ല എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. CPI ഈ LDF-ൻ്റെ യോഗത്തിൽ എത്രത്തോളം ശക്തമായി ഈ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നയിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ADGP MR അജിത് കുമാറിൻ്റെ ഈ ക്രമസമാധാന ചുമതലയിലുള്ള ADGP എന്ന നിലയിലുള്ള ഭാവി. ADGP MR അജിത് കുമാറിനെ ഒഴിവാക്കണമെന്ന ആവശ്യം ഘടകകക്ഷികൾ ശക്തമായി ഉന്നയിച്ചാൽ സർക്കാരിനും CPIM നേതൃത്വത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയനും അതിന് വഴങ്ങാതെ തരമില്ല. ഏതായാലും ഈ LDF യോഗം എന്തു തീരുമാനം കൈക്കൊള്ളും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിജയകുമാർ.